ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു ആപ്പിൾ ജാം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഈ ആപ്പിൾ ജാം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ആപ്പിളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് വാഷ് ചെയ്തെടുത്താണ്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഉൾഭാഗത്തുള്ള ആ കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കോണിൽ ഓളൊന്ന് സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ആപ്പിളൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്താണ്. അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിലേക്കാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. 400 മില്ലി വെള്ളം ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. കാരണം ആപ്പിൾ നമ്മൾ വെറുതെ കട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് അങ്ങ് കറുത്ത് പോകും. അപ്പം വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ പഞ്ചസാര ലായനിയിലേക്കോ അങ്ങനെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് കറുത്ത് പോകത്തില്ല ആപ്പിൾ. ഇനി ഈ ആപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്കതിൻ്റെ പൾപ്പാണ് നമ്മൾ ജാമിനായിട്ട് പൾപ്പാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഒന്ന് അടുപ്പിലേക്ക് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ആപ്പിളൊക്കെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വെന്തിട്ടുണ്ട് നന്നായിട്ട്. നമുക്കൊരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചോ കുത്തി നോക്കുമ്പോഴേക്കും അറിയാം, കണ്ടോ നന്നായിട്ട് ഉടഞ്ഞെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ട് ഞാൻ ലോ ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത്. ആ 15 മിനിറ്റ് കൊണ്ട് ഇത്രയും വെന്തത് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട്. പിന്നെ ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഒരു 400 ഗ്രാം ഷുഗറാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത്. ഇതൊന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ആപ്പിളൊക്കെ നന്നായിട്ട് വെന്തടിഞ്ഞു, അതുപോലെ തന്നെ ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാൻ. ഞാനിത് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം സ്റ്റീൽ പാത്രത്തിൽ ഇളക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞു വരണം. ഇതിന് നല്ലൊരു ജാം പരുവത്തിലായി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. സ്റ്റീൽ പാത്രത്തിലാകുമ്പോഴേക്കും പറ്റി വരുമ്പോഴേക്കും ചോട്ടി പിടിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് ഞാനിത് പാനിലേക്ക് മാറ്റിയത്. നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് കാണിച്ചു തരാം. ആപ്പിളിൻ്റെ റിയൽ കളർ എന്ന് പറയുന്നത് ഇതാണ്. അതല്ലാതെ കളർ വേണമെന്നുണ്ടെങ്കിൽ 1 ഡ്രോപ്പോ അല്ലെങ്കിൽ 2 ഡ്രോപ്പോ റെഡ് കളർ ചേർത്ത് അങ്ങനെ കളർ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഹോം മെയ്ഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ കളറൊന്നും ചേർക്കണ്ട. ആറിക്കഴിയുമ്പം കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ മതി. ജാമിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കണം. അതങ്ങ് ഒട്ടും ഊർന്ന് പോകാത്ത രീതിക്കും ഒലിച്ചു പോകാത്ത രീതിയിൽ ഇരിക്കണം. അതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആറാനായിട്ട് വെക്കാം. നന്നായിട്ട് ആറിയതിന് ശേഷം വേണം കണ്ടെയ്നറിലൊക്കെ ഇട്ട് അടച്ചു വെക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ ഇട്ട് വെക്കുന്നത് അതിൽ വെള്ളമയോ ഒന്നും ഇല്ലാതെ ഡ്രൈ ആയിരിക്കുന്ന കണ്ടെയ്നറിലോ പാത്രത്തിലോ വേണം ഇട്ട് വെക്കാനായിട്ടും. ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഈ ജാം മാറ്റുകയാണ്. അപ്പം മധുരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും 400 ഗ്രാം ഷുഗറാണ് ഞാനിവിടെ ചേർത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മധുരമുണ്ട്. പക്ഷെ ചില പഞ്ചസാരയ്ക്ക് ഒരുപാട് ആ ഒരു മധുരത്തിൻ്റെ ആ ഒരു എമൗണ്ട് കറക്റ്റ് ആയിരിക്കണം എന്നില്ല. അപ്പം നമ്മളത് മധുരം നോക്കി ലാസ്റ്റൊക്കെ ആവി വരുമ്പോഴേക്കും നമുക്കത് മധുരത്തിന് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മധുരം അഡ്ജസ്റ്റ് ചെയ്ത് കുറവോ കൂടുതലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. ഉണ്ടോ, ഞാൻ ഇച്ചിരി ജാം എടുത്ത് ബ്രെഡിലേക്ക് തൂത്ത് കാണിച്ചു തരാം. അപ്പം നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റുമാണ്, അതേ കളറുമാണ്. വലിയ വില കൊടുത്ത് കടയിൽ നിന്ന് മേടിക്കേണ്ട കാര്യമില്ല. ഒരു 30 മിനിറ്റ് നമ്മൾ സമയം ചെലവിട്ടാൽ മതി. നമുക്കിതുപോലെ നല്ല ജാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചൂടായതുകൊണ്ട് കണ്ടെയ്നറിലേക്ക് കുറച്ചുകൂടി ആറിയതിന് ശേഷം ഇട്ട് വെക്കുന്നുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്